ചേലക്കര മണ്ഡലത്തിന്റെ ഭാഗമായ തോന്നൂർക്കരയിലെ ബൂത്തിലാണ്. ഇവിടെയാണ് കെ രാധാകൃഷ്ണൻ വോട്ട് ചെയ്യാനായി എത്തുന്ന അദ്ദേഹത്തിന്റെ ബൂത്ത് കൂടിയാണ്. അവിടെ വോട്ടർമാരുടെ നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഷിനോജ്, രതീഷ്, വോട്ടെടുപ്പ് തുടങ്ങാൻ ഇനിയും അരമണിക്കൂറോളം സമയമുണ്ട്. പക്ഷേ ഇതാ ഇപ്പോൾ രാവിലെ തന്നെ വോട്ടർമാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. ചേട്ടാ, രാവിലെ എത്തിയല്ലേ? കട തുറക്കാൻ പോണേ. രാവിലെ എത്തി. ആദ്യ വോട്ടറാണ്. സാധാരണ ഇത്തരത്തിൽ രാവിലെ എത്താറുണ്ടോ? ഞങ്ങൾ രാവിലെ എത്താറുണ്ട്. ഒരു വനിതാ വോട്ടർ കൂടെ ഉണ്ട്. രാവിലെ എത്തിയല്ലേ? ഞങ്ങൾ തന്നെ എല്ലാ പ്രാവശ്യവും ആദ്യത്തെ വോട്ടുണ്ടാവുക. ആദ്യത്തെ വോട്ട് തോന്നൂർക്കരയിലെ 74-ാം ബൂത്ത് ആദ്യ വോട്ടർ. അതെ, ഇത്തരത്തിൽ 2-3 ആളുകളൊക്കെ ഇപ്പോൾ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. പലരും നേരത്തെ എത്തി, ചിലർ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു, ആളുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ. എന്തായാലും വരുന്ന സമയത്തിൽ കൂടുതൽ ആളുകളൊക്കെ എത്തിത്തുടങ്ങും. എന്തായാലും വലിയൊരു ആവേശം, പ്രത്യേകിച്ച് മണ്ഡലത്തിൽ, ഇത്തരത്തിലൊരു ഗ്രാമമണ്ഡലത്തിൽ മാധ്യമങ്ങളിലൂടെ കിട്ടിയ വലിയ രീതിയിലുള്ള ശ്രദ്ധ, അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയരുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് 3 മുന്നണികൾക്കുമുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാളുമൊക്കെ വലിയ രീതിയിൽ പോളിംഗ് ഉയർന്നാൽ അത് മുന്നണികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ കൂടുതലായിരിക്കും. കാരണം അവർ നടത്തിയ വലിയ ചിട്ടയായ ഒരു പ്രവർത്തനമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെയൊക്കെ കണ്ട ദൃശ്യങ്ങൾ കണ്ടതാണ്. KPCC നേതൃത്വമൊക്കെ കെ സുധാകരൻ തന്നെ നേരിട്ട് ഈ മണ്ഡലത്തിന് പുറത്തുള്ള ആളുകൾ നിങ്ങൾ വോട്ട് ചെയ്യാനായി ഇവിടേക്ക് എത്തണം എന്ന ദൃശ്യം ഫോൺ വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല മന്ത്രിമാർ ഉൾപ്പെടെ ചേർന്ന് ഇത്തരത്തിൽ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പരമാവധി ആളുകൾ നിങ്ങൾ മണ്ഡലത്തിന് പുറത്തുള്ളവരാണ്, ഞങ്ങൾ ബസ് അറേഞ്ച് ചെയ്യാം, നിങ്ങൾ പരമാവധി ഇത്തരത്തിൽ മണ്ഡലത്തിലെത്തി വോട്ട് ചെയ്യണം എന്നൊക്കെ തരത്തിലുള്ള ക്യാമ്പയിനൊക്കെ ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വോട്ടായി മാറുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ എന്തായാലും മുന്നണികൾക്കൊക്കെ ഉള്ളത്. എന്തായാലും ചേലക്കര പിടിക്കുക എന്ന് സംബന്ധിച്ച് ഇന്നത്തെ UDF-നെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ വിജയത്തിൻ്റെ ആവശ്യം കൂടിയാണ്. കാരണം ഈ സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ ചേലക്കര പിടിക്കണം. കാരണം പാലക്കാട് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. വയനാട് രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോകുന്ന ഒരു മണ്ഡലമാണ്. അവിടെ രണ്ടും ജയിച്ചിട്ട് കാര്യമില്ല. ചേലക്കര വിജയിച്ചാൽ മാത്രമേ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് UDF-ന് തെളിയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രണ്ടുപേർക്കും ഒരുപോലെ പ്രധാനമാണ് ചേലക്കര. ഒപ്പം BJP സ്ഥാനാർത്ഥിക്ക് PV അൻവറിന്റെ സ്ഥാനാർത്ഥി NK സുധീറിന് അവിടെ എത്ര വോട്ട് നേടുന്നു എന്നതൊക്കെ എല്ലാവർക്കും വളരെ പ്രധാനമാണ്.